വെൽക്കം ബാക്ക് ടു എ ഫ്രഷ് ന്യൂ വ്ളോഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഓൾ ഗുഡ് ഹിയർ. ജസ്റ്റ് കുറച്ച് ചൂടുണ്ടെന്നല്ലാണ്ട് ബാക്കിയെല്ലാം നന്നായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്താണ് ഗൈസ്? യെസ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ വെഡ്ഡിങ് സീരീസ് തുടങ്ങാണ്. ആരുടെ വെഡ്ഡിങ് ആണ്? വേറെ ആരുടെയല്ല, നമ്മുടെ ലക്ഷ്മിയുടെ ട്രിപ്ലൈയിലെ ഒരു ഐ ആണ് ലക്ഷ്മി. സോ ലക്ഷ്മിയുടെ വെഡ്ഡിങ് വീഡിയോസാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ. സോ ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. നമ്മുടെ ട്രിപ്ലൈ ഫാമിലിയിലുള്ള എനിക്കൊന്നൊരു പകുതി ആൾക്കാർക്ക് അറിയായിരിക്കും. ലക്ഷ്മിയുടെ കല്യാണം November 23rd 2025 സോ ഇവിടെ നിന്ന് ഇപ്പോൾ 6 months ആയി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിലും സ്വാതി ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഒക്കെ നമ്മുടെ ആയിട്ടുള്ള ഓരോരോ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് റീസൺസാൽ നമുക്ക് ഇത്ര ഡിലേ ആയിപ്പോയി. നമ്മൾ ഇത്ര ലേറ്റ് ആക്കണമെന്ന് വിചാരിച്ചതല്ല. അറ്റ് ദ ഏർലിയസ്റ്റ് പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്താണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് ലക്ഷ്മി ആണെങ്കിലും ഷീ ഈസ് ക്രിയേറ്റിംഗ് ഹെർ ഓൺ ഫാമിലി. സോ ഷീ വാണ്ടഡ് സം ടൈം ഒന്ന് സെറ്റിൽ ഡൗൺ ആവാനായിട്ട്. ഞാനും സ്വാതി ആണെങ്കിലും കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും കുറച്ച് ബിസി ആയിപ്പോയി. അതൊക്കെ കാരണമാണ് വീഡിയോസ് ഇത്രയും ലേറ്റ് ആയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ലേറ്റ് ആയാലും നിങ്ങൾക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയണ പോലെ തന്നെ ഇതെല്ലാം ഡോക്യുമെൻറ്റിങ്ങും കൂടി ആണല്ലോ. അപ്പോൾ എനിവേ, ലേറ്റ് ആയാലും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൽ എത്രയോ നല്ലതാണ് അല്ലേ ഗൈസ്? സോ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇനിയാൽ ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് മൊത്തം വെഡ്ഡിങ് വിശേഷങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന മുതൽ തിരിച്ച് കല്യാണം കഴിഞ്ഞ് വരുന്നവരുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം ഓൾഡ് വീഡിയോസ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും, ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഞാനിനി ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പോയി കല്യാണ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരൂ. ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഡു വാച്ച് ദ വെഡിങ് വീഡിയോസ്. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 7:20 നമുക്ക് ഇന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്. സമയം 9:10 തിരക്കിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോവാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, അനീഷില്ല. അനീഷ് ഇപ്പം എന്നെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിക്കാണ് പോകുന്നത്. 9:30 ഫ്ലൈറ്റ്, 9:10 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ദുബായിക്ക് പോയിട്ട് അവിടെ നിന്ന് ഇന്ന് വൈകുന്നേരം 9:30 ഫ്ലൈറ്റിന് നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ എന്തിനാ പോകുന്നത്, ആരൊക്കെ ഉണ്ട്, എല്ലാ വിശേഷങ്ങളും ഞാൻ പുറകെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ വേഗം എയർപോർട്ട് എത്തട്ടെ. ചെക്കിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പറയാം. ഓക്കെ, ഹായ്. ആ വീഡിയോയിൽ ഞാൻ എന്തിനാ അത്യാവശ്യത്തിന് നാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ ഒരു ആഘോഷത്തിനാണ് പോകുന്നത്, ലക്ഷ്മിയുടെ കല്യാണത്തിന്. സാഡാണോ? അത് പറയുന്ന കേട്ടാലേ അറിയാമല്ലേ ഗൈസ്, അനീഷ് ഭയങ്കര സങ്കടത്തിലായി എന്നെ യാത്രയാക്കിയതെന്ന്. ഒന്നാമത്തെ കാര്യം, വെളുപ്പിനുള്ള ഫ്ലൈറ്റ് ആയത് തന്നെ നമ്മൾ രാത്രിത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഒരു സമയമാവും. രാവിലത്തെ ആ ഉറക്കപ്പിച്ചും ഉണ്ടായിരുന്നു, ലേറ്റ് ആയതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കടമൊക്കെ പിന്നെ പെടാം, നീ വേഗം കയറിപ്പോ, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവുമെന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ തന്നെ അനീഷ് പറഞ്ഞു വിട്ടെ. പിന്നെ പോരുമ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ അന്നത്തെ ഒരു ദിവസം ഉണ്ടാവും. വീട്ടിൽ വന്ന അമ്മേനെയും അമ്മൂമ്മയും അനിയത്തിയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും സങ്കടമൊക്കെ പോവും. അങ്ങനെ നമ്മൾ ഒരു 45 മിനിറ്റ് ദുബായിലെത്തി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ലഗേജൊക്കെ എടുത്ത് അവിടെ കാത്ത് നിപ്പുണ്ട് ചിറ്റയും സ്വായും. എന്നെ വിളിക്കാനായിട്ട് അമ്മൂമ്മയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മ പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയില്ല, വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മൂമ്മ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. അമ്മൂമ്മ എന്നും ഞാൻ ഒമാനിൽ നിന്ന് ദുബായിക്കും തിരിച്ച് ദുബായിൽ നിന്ന് ഒമാനിലേക്ക് പോരാണെങ്കിൽ എയർപോർട്ടിൽ എന്നും യാത്രയാക്കാനായിട്ട് വരുന്ന ഒരാളാട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് നമുക്കിനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാക്കിംഗ് പരിപാടികളൊക്കെ ബാക്കിയുണ്ട് ഗൈസ്. കാര്യം നമുക്ക് വൈകുന്നേരം തന്നെയാണ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞാനും സ്വാതിയും അമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ ഓഫീസിലായിരുന്നു. അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും പാക്കിങ്ങിനൊക്കെ ആയിട്ട് സ്വാധീനെല്ലാം ഹെൽപ്പ് ചെയ്ത് നമുക്കെല്ലാം റെഡി ആക്കണം. എനിക്ക് പിന്നെ വേറെ പാക്കിംഗ് ഒന്നുമില്ല. കാര്യം ഞാൻ ഓൾറെഡി കെട്ടും പാണ്ടൊക്കെ ആയിട്ടാണല്ലോ ഒമാനിൽ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ സ്വാധീനെ കുറച്ചും കൂടി പാക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് അമ്മ വരുമ്പോഴേക്കും നമുക്ക് റെഡി ആയിട്ട് നേരെ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പോവാം ഗൈസ്.
അന്നത്തെ ദിവസം കഴിക്കാനായിട്ട് ലഞ്ചിന് സദ്യയായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു കാരണമെന്ന് എനിക്ക് ഇന്ന് ഓർമ്മയില്ല. കുറേ നാൾക്ക് ശേഷം എഡിറ്റ് ചെയ്യാൻ കാരണം പരിപ്പ് പായസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി, അമ്മ ഓഫീസിൽ നിന്നൊക്കെ വന്നു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതാ അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി, അതുകൊണ്ട് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്, ഡിപ്പാച്ചേഴ്സൊക്കെ എത്തി. പിന്നെ ദാ ചെക്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും സ്വാതിയും കൂടി മാത്രമല്ല കാരണം ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ ആട്ടോ പോകുന്നത്. അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എയർപോർട്ടും ഫ്ലൈറ്റും ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. എത്രയോ കൊല്ലങ്ങളായി, എനിക്ക് തോന്നുന്നു 20-25 കൊല്ലമെങ്കിലായി എൻ്റെ അമ്മ ദുബായിലായിട്ട്. അമ്മ എത്രയോ വട്ടം യാത്ര ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അമ്മയ്ക്ക് എയർപോർട്ടും ഫ്ലൈറ്റും ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പം ഞാനും സ്വാതിയും കൂടി അമ്മേനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ട്രോളിക്കൊണ്ടൊക്കെ വരിക കേട്ടോ. Yeah, I heard. That's Amma. അമ്മയും ഞാനും സ്വാതിയും കൂടെയുള്ള ഞങ്ങൾ 3 പേരുടെ ഒരു ട്രയോ കോംബോ ഭയങ്കര രസമാട്ടോ. കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ദുബായിലുള്ള സമയത്തും മിക്ക ശനിയാഴ്ചകളും ഞാനും അമ്മയും സ്വാതിയും കൂടി കറങ്ങാനായിട്ടൊക്കെ പോകും, ഷോപ്പിങ്ങിനൊക്കെ പോകും. ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ടൈമാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെക്കിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയ ശേഷം ഞങ്ങൾ നേരെ ഒരു കഫേയിലൊക്കെ പോയി കോഫിയും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അമ്മയ്ക്കും സ്വാതിക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. പക്ഷേ അതേ സ്ഥാനത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല, ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ അതേപോലെ അഡ്വഞ്ചറസ് പേഴ്സൺ ആണോ ഞാൻ ചോദിച്ചാൽ അല്ല, ഞാൻ അങ്ങനത്തെ റൈഡുകളിലൊന്നും കയറില്ല. പക്ഷേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എനിക്കിഷ്ടമാണ്. ഇവർ രണ്ടാളെ നോക്കൂ. അങ്ങനെ അമ്മയുടെയും സ്വാതിയുടെയും നാമജപം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി. നമ്മൾ പോയത് എമിറേറ്റ്സ് ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് നല്ല യമ്മി മീൽ കോഴ്സ് ആയിരുന്നു. എൻ്റെ വേറൊരു വിയേർഡായിട്ടുള്ളൊരു സ്വഭാവം ഞാൻ പറയാം ഗൈസ്. ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യം കേട്ടോ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള മീൽസ്. ഞാനിപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഇതാണെങ്കിലും ഞാൻ അവരുടെ ഫുഡ് എങ്ങനെയാണ് എന്താ കഴിച്ച് നോക്കി എന്തൊക്കെ ഉണ്ട് അതിൽ അങ്ങനെയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കണ്ടേക്കണേൽ ഇപ്പോൾ അനീഷോ അമ്മയോ സ്വാതിയോ ഒന്നും അങ്ങനെ ഫുഡ് കഴിച്ചാൽ കഴിച്ചു, അല്ലെങ്കിൽ അവരങ്ങോട്ട് വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് ഉറങ്ങുക അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് പ്ലസൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കാണാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പുറത്തോട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് ഫ്ലൈറ്റിലോരോ ആൾക്കാർ എന്താ ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ഇഷ്ടമായതുകൊണ്ടാണോ ഇനിയിപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ചില യാത്രകളിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ വല്ല വിഷമമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല ടെൻഷനൊക്കെ ആണെങ്കിൽ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എൻജോയ് ചെയ്താട്ടോ പോവാറ്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് കിരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ചിറ്റിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഇനി ഉറങ്ങി എണീറ്റിട്ട് രാവിലെ കാണാം. ഓക്കെ, ബൈ. ഇതൊക്കെ നാട്ടിലെ വീട്ടിൽ അമ്മമ്മയും അപ്പൂപ്പനും കൂടി നട്ട കുറേ ചെടികളും മരങ്ങളൊക്കെ ആട്ടോ. ഈ ചൂടത്തൊന്ന് ചെന്ന് ഇതൊക്കെ കാണുമ്പോഴേക്കും മനസ്സിന് തന്നെ ഭയങ്കര ഒരു ഗുഡ് ഫീൽ ഉണ്ട്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ആരൊക്കെയുണ്ട്? ഞാനും സ്വാതിയും. ഭയങ്കര വെട്ടം. യെസ്. സോ നമ്മൾ വന്നു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തു, ലഞ്ചൊക്കെ കഴിച്ചു. ഉറക്കം മതിയായില്ലെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ബിക്കോസ് ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ 1 ഓഫ് ലക്ഷ്മീസ് വെഡ്ഡിങ് ഷോപ്പിംഗ്. അപ്പോൾ നമുക്കെല്ലാം കിട്ടും. ഓക്കെ, നമ്മൾ ഈ വീഡിയോ എന്നാ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ട്രിപ്പിളായിലെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലക്ഷ്മീസ് ഗെറ്റിംഗ് മാരീഡ്.
അപ്പോൾ അത്രയുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചത്. അപ്പോൾ നമുക്കിനി ഷോപ്പിങ്ങിന് പോകണം. സോ വി ആർ ഗോയിങ് ഫോർ ഷോപ്പിംഗ് ഓഫ് സംഗീത് ഡ്രസ്. സോ ലെറ്റ്സ് ഗോ. കിരണങ്ങൾ വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്കളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഹോട്ട്, നല്ല ചൂടുണ്ട്. ആൻഡ് ഓൾസോ എൻ്റെ കണ്ണൊക്കെ നല്ല ക്ഷീണം, എനിക്ക് തോന്നുന്നു ഉറക്കം ശരിയാവാത്തതിൻ്റെയാണ്. ആൻഡ് വി ഹോപ്പ് വി ഗെറ്റ് ദ ഡ്രസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഞങ്ങളുടെ ഒപ്പം എൻ്റെ അമ്മയുടെ അമ്മായിയും കൂടി ഉണ്ട്, അതായത് എൻ്റെ അമ്മൂമ്മയുടെ ആങ്ങളയുടെ ഭാര്യ. ഞങ്ങൾ ഷീലാൻഡിന്ന് ആട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിയും കൂടി ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിക്കും പിന്നെ ആൻറ്റിക്കും ഒരു സാരിയും കൂടി നോക്കാനുണ്ട്. ആൻറ്റി ഉണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ കല്യാണമാണ്. ആൻറ്റിക്ക് ഇനി സാരി എടുക്കാനുണ്ട്. സംഗീതിന് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സീക്വൻസ് വർക്കൊക്കെ ഉള്ള കുറച്ച് ഗിൽട്ടൊക്കെ ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു എല്ലാവർക്കും പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിത് ആ കല്യാണിൽ വന്ന് ഓരോ ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ മുമ്പും ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അനീഷിൻ്റെ ഒപ്പവും സ്വാതിയുടെ ഒപ്പവും ഡ്രസ്സ് എടുക്കാനായിട്ട് പോകരുത്. ഇവർ എള്ളകണ്ട 10 കടയിൽ കയറി എല്ലാ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടും അവസാനം ആദ്യത്തെ കടയിൽ കണ്ട ഡ്രസ്സ് നല്ലതാണെന്നും പറഞ്ഞ് എടുക്കാൻ പോണ ടീംസാണ്. ഞാനൊട്ടും മോശമൊന്നും അല്ല, പക്ഷെ ഇവരെക്കാളും ഭേദമാട്ടോ ഗൈസ്. സ്വാതിക്ക് ഈ കാണുന്ന ഒരു റാണി പിങ്ക് കളർ ഡ്രസ്സാട്ടോ ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് ഇട്ട് നോക്കിയായിരുന്നു, ഒരു ഫ്ലൂറിസൻ യെല്ലോ. പക്ഷെ അത്രയ്ക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് ഭംഗിയായില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ട്വിൻസിനെ പോലെ റെഡി ആവേണ്ടാത്ത കാരണം ഞങ്ങൾ എടുത്തില്ല. പിന്നെ കുറച്ചധികം ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ട് നോക്കി. സ്വാതിക്ക് ആ പിങ്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെങ്കിലും അതെടുക്കാണ്ട് സ്വാതി അവിടെ നിന്ന് പോന്നു. നമ്മൾ നേരെ ജയലക്ഷ്മിയിലേക്കും ഷീമാർട്ടിലും കയറി ഡ്രസ്സുകൾ നോക്കായിരുന്നു കേട്ടോ. ഞാനും സ്വാതിയും കൂടി എള്ളകണ്ട ഡ്രസ്സ് എല്ലാം ഇട്ട് നോക്കിയിട്ടും ഞങ്ങൾക്ക് മനസ്സിന് തൃപ്തിയാവാത്ത സ്ഥിതിക്ക് ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാമെന്ന് ഓർത്ത് ഷീലാൻറ്റിക്കുള്ള സാരിയൊക്കെ നോക്കി തുടങ്ങി കേട്ടോ. ആൻറ്റി കുറേ നേരം ഞങ്ങളോടൊപ്പം ക്ഷമയോടെ നടക്കണേ, ഞാൻ ആൻറ്റിക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആൻറ്റിക്കുള്ള സാരിയൊക്കെ വെച്ച് നോക്കായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ജയലക്ഷ്മി കഴിഞ്ഞു, പിന്നെ നമ്മൾ ഷീമാർട്ടിലേക്ക് എത്തി കേട്ടോ ഗൈസ്. ഷീമാർട്ടിലും കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒന്നും മനസ്സിന് അങ്ങോട്ട് ഇഷ്ടമായില്ല. അന്ന് അവിടെ നിന്ന് വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങാൻ നിന്ന സമയത്താണ് അവിടെ ഇരുന്ന മോഡൽ ഒരെണ്ണം ഡ്രസ്സ് ഇട്ടത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ അത് പോയി ഇട്ടൊക്കെ നോക്കിയത്. അങ്ങനെ മനസ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. സോ ഞാൻ എടുത്തത് ഈ കാണുന്ന ബ്ലൂ സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. സ്വാതി എടുത്തത് ഈ കാണുന്നൊരു റാണി പിങ്ക് ഡ്രസ്സ്. ഞാൻ ഷീമാട്ടിന്നാണ് എടുത്തത്. സ്വാതിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 കടയിൽ കയറി എള്ളകണ്ട എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കിയിട്ട് നമ്മൾ ആദ്യം പോയ കല്യാണിന്ന് ആദ്യം ഇട്ട് നോക്കിയ ആ റാണി പിങ്ക് ഡ്രസ്സാണ് സ്വാതി എടുത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് വെഡ്ഡിങ് ഈവൻ്റ് അന്ന് ഇടാനായിട്ട് നമുക്ക് വൈറ്റ് കളറാണ് ഡ്രസ് കോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെറ്റീരിയൽ എടുക്കാനും കൂടി ഞാൻ ഷീമാർട്ടിലെ മെറ്റീരിയൽ സെക്ഷനിൽ വന്ന് ഞാൻ മൽചന്തേരി മെറ്റീരിയൽ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മെറ്റീരിയൽ ഞാൻ തന്നെ വന്നിട്ട് എടുക്കാമെന്ന് ഓർത്തു ഞാൻ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൽ കോട്ടൺ സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാരിയാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിനുള്ള ബ്ലൗസ് നോക്കി ഞങ്ങളൊരു 3/4 മണിക്കൂർ ഷീമാർട്ടിയിലെ മെറ്റീരിയൽ സെക്ഷനിൽ നടന്നായിരുന്നു ഗൈസ്. ബട്ട് ഫൈനലി നമുക്ക് കിട്ടി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് നമ്മൾ ഇറങ്ങിയതാണ് ഗൈസ്. ഈ കണ്ട ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 9-9:30 ആയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരെ പോയത് ഒരു തട്ടുകട ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ പൊറോട്ട, ബീഫ് ഫ്രൈ, കാട ഫ്രൈ, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ നമ്മളെ കൊണ്ടുവന്നത് സുരേഷിൻ്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയിലേക്കാണ്. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. നല്ലൊരു സ്പോട്ടാണ്. കൊച്ചിയിലുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ നിന്ന് നല്ലപോലെ ഫുഡൊക്കെ അടിച്ചെങ്കിലും നമുക്ക് സ്വീറ്റ്സ് ക്രേവിങ്സ് ഉള്ള കാരണം അങ്കിൾ നമ്മളെ നേരെ കൊണ്ടുവന്ന് ബികാഷ് ബാബു എന്ന് പറയുന്നൊരു ഷോപ്പിലേക്കാണ്. ഇവിടെ നല്ല പ്രീമിയം ക്വാളിറ്റി സ്വീറ്റ്സ് കിട്ടും ഗൈസ്. സ്വീറ്റ്സ് മാത്രമല്ല വേറെ ഫുഡ് ഐറ്റംസും ഉണ്ട്, പക്ഷെ നമ്മൾ സ്വീറ്റ്സ് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. സ്വാതിയാണെങ്കിൽ ഭയങ്കര ഒരു ഡെസേർട്ട് ലവറാണ്. അത് ലഡു, ജിലേബി, പേസ്ട്രീസ്, പുഡിങ്, എന്ത് ഐറ്റം ആയാലും ഡെസേർട്ട് ആയാൽ മതി. ഷീ ജസ്റ്റ് ലവ്. അവളിപ്പോൾ മണിച്ചിത്ര താഴിലെ മറ്റേ ശോഭനയെ മാറുന്നുണ്ടോ, ഇത് വേണോ അത് വേണോ എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൺഫ്യൂഷനിലാണ് അവൾ നിൽക്കുന്നത്. പക്ഷേ ഇതൊരു അടിപൊളി ഷോപ്പാട്ടോ. ഇവിടെ സ്വീറ്റ്സ് മാത്രമല്ല നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് കുറേ സ്നാക്സും പിക്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻറ്റീരിയേഴ്സും നല്ല രസമാണ്, നല്ല ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ താഴെ തന്നെ ഇരുന്ന് റസ്മലായി ഓർഡർ ചെയ്തു, ഗുലാബ് ജാം വാങ്ങിച്ചു, പിന്നെ എന്തോ ഒരു പുഡിങ്ങും ഒക്കെ വാങ്ങിച്ചു, പിന്നെ ജിലേബി അവിടെ ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള യെല്ലോ ജിലേബി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു ഗൈസ്. സ്നാക്സ് ഒക്കെ
And there is some pickles also. Like see, homemade pickles, prawns pickle, chicken pickle, this is kingfish pickle, pineapple green pepper pickle, dates lemon pickle. Great. സ്വാതി ഇങ്ങോട്ട് നോക്ക്. ഭയങ്കര വോളിയം കുറവാണ്, ഉച്ചത്തിൽ പറ ഗായ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ദാ ഇവിടെ നിന്ന് സ്വീറ്റ്സും കൂടി കഴിച്ച് നമ്മൾ ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഒരു പുതിയ വ്ളോഗായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ അങ്കിൾ, അവർ വരും അങ്കിൾ, അങ്കിൾ കടന്നു വരും അങ്കിൾ. പാവം അങ്കിളാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരുന്നത്, ഇതൊക്കെ വാങ്ങിച്ച് തരുന്നത്. ഇത് കാണുന്ന എൻ്റെ ഭർത്താവ് മനസ്സിലാക്കാതെ അനീഷ് എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കരുത് ഗൈസ്. പക്ഷെ അനീഷ് വ്ളോഗ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, കിരണങ്ങളാണ് ഞങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ അത് ആ ഷോപ്പിങ്ങും ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. നമുക്ക് സംഗീതിൻ്റെ ഡ്രസ്സും മെറ്റീരിയൽസ് എല്ലാം കിട്ടി. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. ഇനി നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ബൈ.